മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 66ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുക. 68ാമത്തെ പാഠമാണ് ഇന്ന് പഠന വിധേയമാക്കുക. പേജ് നമ്പർ 387 മുതൽ 391 വരെയാണ്. ജോൺ മാലിയകൾ സാർ ഭാഷാന്തരം വരുത്തിയ പുസ്തകമാണ് പഠനത്തിന് വിധേയമാക്കുന്നതെന്ന് മുൻ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നവർ കേട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പ്രത്യേകം നേരത്തെ പറയുന്നത് പോലെ തന്നെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, വർത്തമാന പുസ്തകം കൂടി ഇതിനോടൊപ്പം വായിക്കണം എന്ന കാര്യം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പഠനം ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, നിൻ്റെ അനന്തമായ കാരുണ്യവും കരുതലും സീറോ മലബാർ സഭയ്ക്ക് ഞങ്ങളുടെ വ്യക്തിസഭയ്ക്ക് എത്രമാത്രം തീഷ്ണതയോടെ ലഭിച്ചിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാർത്തോമാ ശ്ലീഹായിൽ ലഭിച്ച വിശ്വാസ പാരമ്പര്യം അഭംഗുരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ പൂർവികർ എടുത്ത വേദനകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഞങ്ങൾ ഈ നാളുകളിലൂടെ മനസ്സിലാക്കി വരുന്നു. സഭയെ കൂടുതലറിഞ്ഞ്, സഭാപിതാക്കന്മാരുടെ ധീരമായ പ്രവർത്തനങ്ങളെ കൂടുതലറിഞ്ഞ്, കൂടുതൽ തീക്ഷ്ണതയോടെ സഭയെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 68ാം പാദത്തെ ആസ്പദമാക്കിയ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. മുൻ അധ്യായങ്ങളിൽ കരിയാറ്റി മൽപ്പാന് കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായ നിയമന ഉത്തരവ് ലഭിച്ചതിനാലായുള്ള ശ്രമങ്ങൾ നാം കണ്ടു. ഇതിനെ തുടർന്ന് ലിസ്ബണിലും റോമിലും നടന്ന രാഷ്ട്രീയവും സഭാ നിയമപരവുമായ തർക്കങ്ങളാണ് ഇന്നത്തെ ഈ പാദത്തിലെ പ്രധാന പ്രതിപാദ്യം. പഴയ ക്ലാസ് പോലെ തന്നെ 5 പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം, കയത്താനോസ് പാതിരിയുടെ കുതന്ത്രങ്ങളും പ്രചരണങ്ങളും. ഇടക്കാല സ്ഥാനപതിയുടെ ഭവനത്തിൽ വെച്ച് പാറേമാക്കൽ കത്തനാരും ഫ്രാൻസിസ്കോസ് പാതിരിയും തമ്മിലുണ്ടായ തർക്കം കയത്താനോസ് പാതിരിക്ക് ആയുധമായി. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന പഴഞ്ചൊല്ല് പോലെ മലങ്കര സഭയെ പോർച്ചുഗീസ് അധീശ്വരത്തിന് കീഴിലാക്കാൻ അദ്ദേഹം ഈ സന്ദർഭം നല്ലതുപോലെ ഉപയോഗിച്ചു. കരിയാറ്റി മൽപ്പാനവും സംഘവും പോർച്ചുഗൽ രാജാവിനോട് നന്ദികേട് കാണിക്കുന്നുവെന്നും ഗോവ മെത്രാപ്പോലീത്തയുടെ അധികാരം അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രഭുക്കന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. കേരള സഭയുടെ തനിമ നിലനിർത്താനുള്ള ശ്രമങ്ങളെ ധിക്കാരമായി ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. രണ്ടാമത്തെ ആശയം ഇതാണ്, ചരിത്രപരമായ അവകാശങ്ങളും വസ്തുതകളും. കയത്താനോസിൻ്റെ പ്രചരണങ്ങൾ ലിസ്ബണിൽ വലിയ മനക്ലേശമുണ്ടാക്കിയെങ്കിലും സത്യം വെളിപ്പെടുത്താൻ ഗ്രന്ഥകർത്താവും മെത്രാപ്പോലീത്തായും ശ്രമിച്ചു. പഴയകാലത്ത് 8ാം ക്ലമൻ്റ് മാർപ്പാപ്പയും പോർച്ചുഗൽ രാജാവും ചേർന്ന് കൊടുങ്ങല്ലൂർ രൂപതയെ ഗോവയുടെ കീഴിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും മലങ്കര സഭാ നേതാക്കൾ അത് ശക്തമായി എതിർത്തിരുന്നു. ചരിത്രപരമായി കൊടുങ്ങല്ലൂർ, അതായത് അങ്കമാലി രൂപത സ്വതന്ത്രമായ അധികാരമുള്ളതാണ് എന്നും ഗോവയ്ക്ക് കേവലം മുൻഗണന മാത്രമേ ഉള്ളൂ എന്നും അവർ വാദിക്കുന്നു. മൂന്നാമത്തെ ആശയം, പാലിയം എന്ന സ്ഥാനവസ്ത്രവും യോഹന്നാൻ ക്രിസോസ്തോമസും. പ്രഭുവിൻ്റെ എഴുത്തുകാരനും സഭാചരിത്ര പണ്ഡിതനുമായ യോഹന്നാൻ ക്രിസോസ്തോമസ് ഈ ഘട്ടത്തിൽ നിർണായകമായൊരു ഇടപെടൽ നടത്തി. കരിയാറ്റി മെത്രാപ്പോലീത്ത
പഴയ മാർ അബ്രാഹാം മെത്രാപ്പോലീത്തായുടെ പിൻഗാമിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മെത്രാപ്പോലീത്തായുടെ അധികാര ചിഹ്നമായ പാലിയം അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. ഇത് സഭാ നിയമപ്രകാരം കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തായുടെ സ്വതന്ത്രമായ പദവിയെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. നാലാമത്തെ ആശയം റോമിലെ തർക്കവും മാർപ്പാപ്പയുടെ നിലപാടും. കയത്താനോസിൻ്റെ സ്വാധീനത്താൽ പോർച്ചുഗൽ രാജ്ഞി റോമിലെ തൻ്റെ സ്ഥാനപതി വഴി മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. കരിയാറ്റിയുടെ മെത്രാപ്പോലീത്ത സ്ഥാനം വെറും ബഹുമാന സൂചകം മാത്രമായിരിക്കണമെന്നും അദ്ദേഹം ഗോവയ്ക്ക് വിധേയനായിരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മാർപ്പാപ്പ പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്കമാലി കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്ത മലങ്കര മുഴുവൻ്റെയും സ്വഭാതാതനാണെന്നും ഗോവയ്ക്ക് വിധേയനല്ലെന്നും കണ്ടെത്തി. പഴയ കീഴ്വഴക്കം മാറ്റാൻ മാർപ്പാപ്പ വിസമ്മതിച്ചു. ഒടുവിൽ രാജതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിലൂടെ രാജപ്രതിനിധിയുടെ ശാഠ്യം അവസാനിപ്പിച്ചു. അഞ്ചാമത്തെ ആശയം ഇതാണ്: പ്രഭുവിൻ്റെ പിന്തുണയും ആത്മവിശ്വാസവും. കയത്താനോസ് പാതിരിയും മകൻ യൗസേപ്പും ചേർന്ന് കരിയാറ്റിക്കെതിരെ രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കരിയാറ്റിക്ക് നിയമന ഉത്തരവ് നൽകരുതെന്ന് മന്ത്രി മർക്കസ് അഞ്ചെജോ രാജാവിനോട് പറഞ്ഞതായി കയത്താനോസ് കള്ളം പ്രചരിപ്പിച്ചു. എന്നാൽ പ്രഭു ഈ ചതി തിരിച്ചറിയുകയും കത്തനാർക്കും മെത്രാപ്പോലീത്തായ്ക്കും ധൈര്യം പകരുകയും ചെയ്തു. ഉത്തരവ് ഉടൻ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം അവരുടെ മനസ്സിനെ ബലപ്പെടുത്തി. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. 2-3 തവണ ഈ ക്ലാസ് കേൾക്കണം. അതോടൊപ്പം തന്നെ വർത്തമാന പുസ്തകം വായിക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കയത്താനോസ് പാതിരിയുടെ പ്രചരണം എന്തായിരുന്നു? മലങ്കര സഭക്കാർ പോർച്ചുഗൽ രാജാവിനോട് നന്ദികേട് കാണിക്കുന്നുവെന്നും ഗോവ മെത്രാപ്പോലീത്തയുടെ അധികാരം ധിക്കരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയുടെ പദവിയെക്കുറിച്ച് യോഹന്നാൻ ക്രിസ്തോസ് തോമസ് ഉന്നയിച്ച പ്രധാന കാര്യമുണ്ട്. കരിയാറ്റി മെത്രാപ്പോലീത്ത പഴയ മാർ അബ്രാഹാം മെത്രാപ്പോലീത്തയുടെ പിൻഗാമിയാണെന്നും അതിനാൽ പാലിയം എന്ന സ്ഥാനവസ്ത്രത്തിന് അർഹനാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് പാലിയം? മെത്രാപ്പോലീത്തമാർ തങ്ങളുടെ അധികാരത്തിൻ്റെയും സഭയുമായുള്ള ഐക്യത്തിൻ്റെയും ചിഹ്നമായി ധരിക്കുന്ന സവിശേഷമായ വസ്ത്രമാണ് പാലിയം. പോർച്ചുഗൽ രാജ്ഞി മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ട മാറ്റം എന്തായിരുന്നു? കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം കേവലം ബഹുമാനത്തിന് മാത്രമുള്ളതാണെന്നും അദ്ദേഹം ഗോവയുടെ കീഴിലുള്ള മെത്രാനായിരിക്കണമെന്നും ഉത്തരവിൽ രേഖപ്പെടുത്തണം. റോമിൽ സഭയുടെ പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ മാർപ്പാപ്പയ്ക്ക് ബോധ്യപ്പെട്ട സത്യമെന്ത്? കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്ത മലങ്കര സഭ മുഴുവൻ്റെയും നാഥനാണെന്നും ഗോവയ്ക്ക് വിധേയനല്ലെന്നും പുസ്തകങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടു. കയത്താനോസ് പാതിരിക്ക് വേണ്ടി റോമിൽ പ്രവർത്തിച്ചിരുന്നത് ആരാണ്? ബ്രന്ധാം പാതിരി. രാജസ്ഥാനപതിയുടെ ശാഠ്യം തീർക്കാൻ മാർപ്പാപ്പ സ്വീകരിച്ച പോംവഴി എന്തായിരുന്നു? പ്രധാന നിയമന ഉത്തരവിൽ മാറ്റം വരുത്താതെ ഗോവയുടെ അധികാരം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രത്യേക കൽപ്പന കൂടി എഴുതി നൽകി. കരിയാറ്റി മെത്രാപ്പോലീത്തായ്ക്ക് നിയമന ഉത്തരവ് നൽകരുത് എന്ന് രാജാവിനോട് പറഞ്ഞതായി കയത്താനോസ് അവകാശപ്പെട്ട മന്ത്രിയാര്? മർക്കസ് അഞ്ചെജോ.
കൈത്താനോസിൻ്റെ കള്ളപ്രചരണങ്ങളിൽ തളരാതിരിക്കാൻ കത്തനാർക്കും മെത്രാപ്പോലീത്തായ്ക്കും ഉറപ്പ് നൽകിയത് ആര്? പ്രഭു. ലിസ്ബണിലെ സഭാ തർക്കങ്ങളിൽ കൈത്താനോസ് പാതിരിയുടെ സഹായത്തിനായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മകനാര്? യൗസേപ്പ് പാതിരി. അറുപത്തിയെട്ടാം പാദത്തിൽ പറയുന്ന പഴയ ചരിത്രപ്രസിദ്ധമായ മെത്രാപ്പോലീത്ത ആര്? മാർ അബ്രാഹാം മെത്രാപ്പോലീത്ത.